ഹലോ മക്കളെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ചോദ്യ പേപ്പർ പോലും ഇല്ല. എങ്ങനെ ബോർഡ് എക്സാം ഏതുമായിക്കോട്ടെ, എങ്ങനെയുമായിക്കോട്ടെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഇത്തരത്തിൽ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാകും. റൂട്ട് 2 ഇറാഷണൽ, അതല്ലെങ്കിൽ റൂട്ട് 3 ഇറാഷണൽ, അതല്ലെങ്കിൽ റൂട്ട് 5 ഇറാഷണൽ, റൂട്ട് 7 ഇറാഷണൽ, അങ്ങനെ ഇറാഷണാലിറ്റി പ്രൂവ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിന് ഷുവർ ഷോട്ട് നിർബന്ധമായിട്ടും ബോർഡ് എക്സാം ചോദിക്കും. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ പഠിച്ചു നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ബാക്കി ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. റൂട്ട് 2 പഠിച്ചു കഴിഞ്ഞാൽ റൂട്ട് 3ഉം റൂട്ട് 5ഉം റൂട്ട് 7ഉം എല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഈ ഒരു ചോദ്യം മക്കൾ നിർബന്ധമായിട്ടും മുഴുവനായിട്ട് കേൾക്കുക, ഏറ്റവും ഗംഭീരം മനസ്സിലാക്കുക. അതിന് ഒറ്റ കാര്യം മക്കളെ, സൈലത്തിന്റെ ക്ലാസ് 10 CBSE മക്കൾക്ക് വേണ്ടി ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ഉണ്ട്. അതിന്റെ പേരാണ് അസ്ത്ര ബാച്ച്. അസ്ത്ര ബാച്ച് എല്ലാവർക്കും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പർ ഇത്ര മാത്രമേ ഉള്ളൂ: 9995400800 9995400800. ഇതാണ് ഫോൺ നമ്പർ. സോ എല്ലാവരും ഇപ്പോൾ തന്നെ ഈ കാണുന്ന ഫോൺ നമ്പർ വിളിച്ചുകൊണ്ട് സൈലത്തിന്റെ അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്യുക. ഏറ്റവും ഗംഭീരമായിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും DPPസും ഇൻസ്റ്റാളും മൈൻഡ് എല്ലാം തന്നെ ലഭിക്കുന്നതായി പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നത് ഈ ക്വസ്റ്റ്യനിലേക്ക്. റൂട്ട് 2 ഇസ് റാഷണൽ എങ്ങനെ പ്രൂവ് ചെയ്യും മക്കളെ? നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നു റൂട്ട് 2 എന്ന് പറഞ്ഞവൻ റാഷണൽ ആണെന്ന്. അസ്യൂം ദാറ്റ് റൂട്ട് 2 ഇസ് റാഷണൽ. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതാണ് ഇവിടുത്തെ കീ സ്റ്റെപ്പ്. അസ്യൂം ദാറ്റ്, അസംഷൻ ആണ് കേട്ടോ. assume root 2 is rational. എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു നമ്പർ റാഷണൽ ആണെങ്കിൽ അതിന്റെ ഫോർമാറ്റ് എപ്പോഴും മക്കളെ ഒരു A/B ഫോർമാറ്റ് ആയിരിക്കും. ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ മാത്രമാണ് നമുക്ക് റാഷണൽ നമ്പർ ഉണ്ടാവുകയുള്ളൂ. സച്ച് ദാറ്റ് ഈ കാണുന്ന ഡിനോമിനേറ്റർ എന്താണ്, അത് 0 ആവാൻ വേണ്ടി പാടില്ല. B should not equal to 0. അത് മാത്രമല്ല, ഈ കാണുന്ന എയും ഈ കാണുന്ന ബിയും ആരാകണം? അവന്മാർ ഇന്റിജേഴ്സ് ആകണം. A,B ആർ ഇന്റിജേഴ്സ്. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഏതൊരു മക്കളും നിർബന്ധമായിട്ടും റാഷണൽ നമ്പറിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. റാഷണൽ നമ്പർ ആണെങ്കിൽ അതൊരു A/B ഫോർമാറ്റ്, അതിനകത്ത് താഴെയുള്ളവൻ B not equal to 0. അത് മാത്രമല്ല, എയും ബിയുമാരാണ് ഇന്റിജേഴ്സ്. കഴിഞ്ഞോ? കത്തിയോ? ഓക്കെ ആണോ? ഒന്നും കൂടി ഉണ്ട്. നമ്മളൊരു നമ്പർ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. അതായത് 2/4 എന്ന് നമ്മൾ പൊതുവെ എഴുതില്ല. നമ്മൾ എന്താ എഴുതാ? ഇറ്റ് ഇസ് സെയിം ആസ് 1/2 എന്ന് എഴുതും. 1/2 എന്ന് എഴുതാം. ഓക്കെ, 3/9 എന്നല്ല എഴുതാ, 1/3 എന്ന് എഴുതാം. അതായത് അവനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതും. സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വേറൊന്നുമല്ല, ഇവന്മാര് പരസ്പരം നമുക്ക് എന്താണ്? കോപ്രൈം ആയിരിക്കും. ഇതൊക്കെ കോപ്രൈം. രണ്ട് നമ്പർ കോപ്രൈം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള കോമൺ ഫാക്ടർ ആയിട്ട് 1 മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഒറ്റ കോമൺ ഫാക്ടർ ഉണ്ടാവൂല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം 2ഉം 9ഉം. അപ്പൊ പറയും 9 പ്രൈം അല്ലല്ലോ, അതുകൊണ്ട് ഇത് കോപ്രൈം അല്ല. അങ്ങനെ ഇല്ല കേട്ടോ. നമ്മൾ പ്രൈം പറയുന്നത് ഒരു സിംഗിൾ നമ്പറിനെ 2 പ്രൈം ആണോ അല്ലയോ, 3 പ്രൈം ആണോ അല്ലയോ, 4 പ്രൈം ആണോ അല്ലയോ, അങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ കോപ്രൈം എന്ന് പറയുമ്പോൾ അത് കമ്പാരിസൺ ആണ്. 2ഉം 9ഉം കോപ്രൈം ആണോ? ഒരിക്കലും 2 കോപ്രൈം ആണോ എന്ന് പറയാൻ പറ്റില്ല. 2ഉം 9ഉം കോപ്രൈം ആണോ, 2ഉം 4ഉം കോപ്രൈം ആണോ, 3ഉം 7ഉം കോപ്രൈം ആണോ, അങ്ങനെ കമ്പയർ ചെയ്ത് വേണം നമ്മൾ കോപ്രൈം എപ്പോഴും പറയാനായിട്ട്. അപ്പൊ എന്താണ് ബേസിക്കലി കോപ്രൈം? എടാ, 2ന്റെ ഫാക്ടേഴ്സ് നോക്കാം. 2ന്റെ ഫാക്ടർ 1ഉം 2ഉം, 9ന്റെ ഫാക്ടറോ 1 3 9. അറിയാലോ നിങ്ങൾക്ക് ഇവരുടെ കോമൺ ഫാക്ടർ ആരാ, അഥവാ HCF? ഞാൻ കോമൺ ഫാക്ടർ ഉണ്ടോ? ഇതിന്റെ HCF എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ കൂടി ലഭിക്കുന്ന ആരാ? 1 മാത്രമാണ് നമുക്ക് ഇതിന്റെ കോമൺ ഫാക്ടർ വരുന്നത്. ഇങ്ങനെ കോമൺ ഫാക്ടർ 1 മാത്രമുള്ളവനെ എന്ത് വിളിക്കാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റും കോപ്രൈം ആണെന്ന്. ഓക്കെ, 4ഉം 9ഉം കോപ്രൈം ആണ്. കാരണം രണ്ടിന്റെയും കോമൺ ഫാക്ടർ 1 മാത്രമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 6ഉം 15ഉം ഇത് കോപ്രൈം അല്ല. എന്തുകൊണ്ടാണ്? 6ന്റെ ഫാക്ടേഴ്സ് പറയുമ്പോൾ അത് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. 15ന്റെ ഫാക്ടർ എന്ന് പറയുമ്പോൾ 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 15 ഉണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് കോമൺ ഫാക്ടർ 1 മാത്രമല്ല, 1ന് പുറമെ 3ഉം കൂടി കോമൺ ഫാക്ടർ ആണ്. അതുകൊണ്ട് 6ഉം 15ഉം കോപ്രൈം അല്ല. 6ഉം 15ഉം കോപ്രൈം അല്ല. അപ്പോൾ എല്ലാവരും ഓർത്ത് വെക്കുക, രണ്ട് നമ്പേഴ്സ് കോപ്രൈം ആണെങ്കിൽ അതിന്റെ കോമൺ ഫാക്ടർ 1 മാത്രമായിരിക്കും. അഥവാ HCF will be 1 for all കോപ്രൈം നമ്പേഴ്സ്. മനസ്സിലായി? അപ്പൊ എന്തുകൊണ്ട് കോപ്രൈം ആക്കുന്നു? സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനായിട്ട്. അതായത് നമുക്ക് എന്താണ് HCF എപ്പോഴും ആ കാണുന്ന രണ്ട് നമ്പേഴ്സിന്റെ 1 ആയിരിക്കും. ഇതാണ് ബേസിക്കലി നമ്മുടെ റാഷണൽ നമ്പേഴ്സിൽ എപ്പോഴും ചെയ്യാറ്. അപ്പോൾ ഇവിടെ റൂട്ട് 2 റാഷണൽ എന്നറിയാം. നമ്മൾ എന്ത് എഴുതി? റൂട്ട് 2 റാഷണൽ ആയതുകൊണ്ട് then root 2 can be expressed as
റാഷണൽ അല്ലേ? ഇപ്പൊ എന്താ, ഒരു എ ബൈ ബി ഫോർമാറ്റ് എഴുതാൻ പറ്റും വേർ ബി നോട്ട് ഈക്വൽ 0. കഴിഞ്ഞില്ലേ? എയും ബിയും ഇന്റിജേഴ്സ് ആണ്. എ കോമ ബി ആർ ഇന്റിജേഴ്സ്. അതും കഴിഞ്ഞില്ല. ഓൾസോ ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഇവന്റെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം. അതുകൊണ്ട് എ ആൻഡ് ബി ആർ കോപ്രൈം. മക്കളെ, ഇവൻ ഭയങ്കരമായി ഇമ്പോർട്ടൻ്റ്. ഹീസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാ? കോപ്രൈമാണ് നമ്മൾക്ക് ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ ക്രക്സ്, ഹാർട്ട് കേട്ടോ. കോപ്രൈം നിർബന്ധമാണ്, മസ്റ്റാണ്. സോ √2 ഒരു റാഷണൽ നമ്പർ ആണ്. ഞാൻ അതിന്റെ ഫോർമാറ്റ് എ ബൈ ബി എന്ന് പറഞ്ഞു. അതായത് മക്കളെ √2 ഇറ്റ് ഇസ് സെയിം ആസ് എ ബൈ ബി. ഞാൻ ഈ കാണുന്ന ബീനെ നേരെ ലെഫ്റ്റിൽ കൊണ്ടുവന്നു. അഥവാ √2 ഇറ്റ് ഇസ് സെയിം √2 ബി, √2 ബി ഇറ്റ് ഇസ് സെയിം ആസ് എ എന്ന് കിട്ടി. അശാൻ, ഈ റൂട്ട് ഉണ്ടല്ലോ പണ്ട് എനിക്കിഷ്ടമല്ല, എനിക്കല്ല, നമുക്ക് ആർക്കും ഇഷ്ടമല്ല. റൂട്ട് കണ്ടാൽ കളയണം. റൂട്ട് കളയാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താ? സ്ക്വയർ ചെയ്യുക. കാരണം റൂട്ട് പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവനെ നേരെ സ്ക്വയർ ചെയ്യും. സോ സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. അപ്പൊ √2ന്റെ സ്ക്വയർ എന്താ? 2 ഇൻറ്റു ബിയുടെ സ്ക്വയർ എന്താ? ബി സ്ക്വയർ ഈക്വൽ ടു എയുടെ സ്ക്വയർ എന്താ? എ സ്ക്വയർ. എടാ, ഞാൻ ഈ കാണുന്ന 2വിനുണ്ടല്ലോ നേരെ റൈറ്റിൽ കൊണ്ടുവന്നു. ഇപ്പൊ എന്ത് കിട്ടി? ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ സ്ക്വയർ ബൈ 2 ആണ്. ഇതാണ് കിട്ടിയേക്കുന്നത്. ഇവിടെ നിന്നാണ് ഞാൻ നിങ്ങളിലേക്ക് ഒരു ചെറിയ ലോജിക്ക് വരുത്താൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ, മസ്റ്റാണ് ശ്രദ്ധിക്കണം. ആശാൻ, ഈ കാണുന്ന ബി നമുക്ക് എല്ലാവർക്കും അറിയാം, ബി ഇസ് ആൻ ഇൻറ്റിജർ. നോക്കടാ, ദേ ബി ഉണ്ട്. ബി എന്ന് പറഞ്ഞാൽ ആരാ? ഒരു ഇൻറ്റിജർ ആണ്. ബി ഈസ് ആൻ ഇൻറ്റിജർ. ബി ഒരു ഇൻറ്റിജർ ആണ്. ബി ഇൻറ്റിജർ കേട്ടോ, നമുക്കറിയാവുന്ന കാര്യമാണ്. ബി ഇൻറ്റിജർ ആണെങ്കിൽ ബി സ്ക്വയറോ ഇൻറ്റിജറാ, 3 ഇൻറ്റിജറാ, 3 സ്ക്വയർ 9 ഇൻറ്റിജറാ. അപ്പൊ ഒരു ഇൻറ്റിജറിന്റെ സ്ക്വയർ എപ്പോഴും എന്തായിരിക്കും? ഇൻറ്റിജർ ആയിരിക്കും. അഥവാ ഈ കാണുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയിട്ടുള്ളവൻ ബി സ്ക്വയർ, അവനൊരു ഇൻറ്റിജർ ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇൻറ്റിജർ ആണ്. അത് കിട്ടിക്കഴിഞ്ഞു ആശാൻ. അതിലാണ് നമ്മുടെ കളി കേട്ടോ. നോക്കി എല്ലാവരും, ഇവൻ ഇൻറ്റിജർ ആണെന്ന് കിട്ടി. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇൻറ്റിജർ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡോ? റൈറ്റ് ഹാൻഡ് സൈഡും നിർബന്ധമായിട്ടും എന്താവണം? റൈറ്റ് ഹാൻഡ് സൈഡും നമുക്കൊരു ഇൻറ്റിജർ ആയിരിക്കണം. അങ്ങനെ റൈറ്റ് ഹാൻഡ് സൈഡ് എപ്പോഴും ഇൻറ്റിജർ ആവാം. ആലോചിച്ച് നോക്കിയേ. ആശാൻ നിങ്ങൾ പറഞ്ഞേ 7/2 ഇൻറ്റിജർ ആണോ? അല്ല. ആ 3.5 ഇൻറ്റിജർ അല്ല. പക്ഷെ 8/2 എത്രയാ? 4. അത് ഇൻറ്റിജറാ. 9/4 അതെന്താ? ഇൻറ്റിജർ അല്ല. കാരണം 9/4 എന്ന് പറഞ്ഞാൽ അത് 2.25 എന്ന് കിട്ടും. അപ്പൊ ഇൻറ്റിജർ അല്ല. പക്ഷെ 12/4 അത് ഇൻറ്റിജറാ. ഇറ്റ് സെയിം ആസ് 3 കിട്ടി. അതായത് അപ്പൊ ഇൻറ്റിജർ ആകുമ്പോൾ നമുക്ക് എന്താണ്? കറക്റ്റ് ഡിവിഷൻ പോസിബിൾ ആക്കി. എന്ത്? ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ഡിനോമിനേറ്റർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റി. പക്ഷെ ഈ കാണുന്ന 2 കൊണ്ട് എനിക്ക് 7നെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. 2 കൊണ്ട് എനിക്ക് 7നെ അഥവാ പറയാൻ പറ്റും 2 എന്താണ്? 7ൽ ഡിവിസിബിൾ അല്ല, ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. റിമൈൻഡർ ഉണ്ടാകും ആശാൻ. അപ്പോൾ ഇവിടെ ഇൻറ്റിജർ, ഇവൻ ഇൻറ്റിജർ ആകണമെങ്കിൽ ഇപ്പൊ എന്താ ലോജിക്ക്? ഈ കാണുന്ന 2 കൊണ്ട് എനിക്ക് എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അതാണ് ലോജിക്ക്. വിച്ച് ഇംപ്ലൈസ് 2 ഡിവൈഡ്സ് എ സ്ക്വയർ. ഇവിടെ എന്ത് പറയാൻ പറ്റി? 2 എന്ന് പറഞ്ഞവൻ എന്താണ്? എ സ്ക്വയർ ഡിവൈഡ് ചെയ്തു. നമുക്കൊരു റിസൾട്ട് ഉണ്ട്. ഇഫ് യു നോ സം പി ഡിവൈഡ്സ്, പി ഒരു പ്രൈം നമ്പർ ആണ്, പി ഡിവൈഡ്സ് എ സ്ക്വയർ ഇംപ്ലൈസ് പി ഡിവൈഡ്സ് എ. അഥവാ 2 ഡിവൈഡ്സ് എ സ്ക്വയർ ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് 2 ഡിവൈഡ്സ് ആ സ്ക്വയർ ഒഴിവാക്കട എ. ഇക്വേഷൻ നമ്പർ 1. എനിക്ക് 2 കൊണ്ട് എനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. മക്കളെ, എയിം ഇത്രേ ഉള്ളൂ. എനിക്ക് 2 കൊണ്ട് എനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിക്കാൻ വേണ്ടി പോവും. എനിക്ക് ഇതേ 2 കൊണ്ട് എനിക്ക് ബിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതേ 2 കൊണ്ട് എനിക്ക് ബിനെയും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ 2 ഡിവൈഡ്സ് എ എന്ന് മനസ്സിലായി. അതിനർത്ഥം എന്താ? a/2 അത് പോസിബിൾ ആണ്. എ കൊണ്ട് എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് വിൽ ബി സം, ഞാൻ എഴുതി മക്കളെ, അത് സം ഒരു റിയൽ നമ്പർ, ഒരു ഇൻറ്റിജർ r ആണ്. വേർ r is an integer. എന്താണ്? വേർ r is an integer. അപ്പൊ എനിക്ക് 2 കൊണ്ട്
and divide ചെയ്യാൻ പറ്റും. So a by 2 equal to r ആണ്. ഈ കാണുന്ന r എന്താണ്? r ഒരു ഇൻഡിജർ ആണ് കേട്ടോ. ഞാൻ ഈ 2നെ നേരെ റൈറ്റിൽ കൊണ്ടുപോയി. സോ വിച്ച് ഇംപ്ലൈസ് a equals to r. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? ഒന്നുമല്ല, എനിക്ക് b വേണം. b ഇല്ലാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ എയിം എന്താണ്? ഇനി 2 divides b എന്ന് കാണിക്കണം. അപ്പൊ b വരുത്താൻ വേണ്ടി ആലോചിക്കുമ്പോണ്ടല്ലോ ഇവിടെ മനസ്സിലായി എയും ബിയും തമ്മിലുള്ള ബന്ധം കണ്ടോ? a square equals 2b square. അപ്പൊ a square ആ. അപ്പൊ എന്ത് വേണം? സ്ക്വയർ വേണ്ടേ? ഇവിടെ a ഉള്ളൂ, a square വേണം. അപ്പൊ a square വരുത്താൻ വേണ്ടി എന്ത് ചെയ്തു? ഞാൻ രണ്ട് ഭാഗത്ത് സ്ക്വയർ എടുത്തു, which implies അല്ലെങ്കിൽ സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ് we get squaring both sides we get എന്താണ്? ലെഫ്റ്റിൽ a ആണ് a square equal to റൈറ്റ് എന്താണ്? 2r whole square. അപ്പൊ 2 square 4 r square എന്ന് കിട്ടി. ആശാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബി ആ വേണ്ടേ. അപ്പൊ നമുക്കറിയാം a square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2b square അല്ലേ. ഞാൻ നേരെ പോയിട്ട് ഈ കാണുന്ന a square പകരം എന്തെഴുതാൻ വേണ്ടി പോകുന്നു? 2b square എഴുതാൻ വേണ്ടി പോകുന്നു, which implies 2b square equals 4r square. ഞാൻ ഈ കാണുന്ന 4നെ മാത്രം ലെഫ്റ്റിൽ കൊണ്ടുപോകുന്നു. സോ which implies 2b square divided by 4 equal to r square. ക്യാൻസൽ ആയി പോയി മക്കളെ നോക്കിയേ. 2 in 4 2 times. അഥവാ b square by 2 equals r square. r ഒരു ഇൻറ്റിജർ ആണ്. r ഇൻറ്റിജർ ആയതുകൊണ്ട് r square എന്തായിരിക്കും? ഇവനും ഒരു ഇൻറ്റിജർ ആയിരിക്കും. സോ ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് വിൽ ബി ആൻ ഇൻറ്റിജർ. റൈറ്റ് ഹാൻഡ് സൈഡ് ഇൻറ്റിജർ ആണെങ്കിൽ നിങ്ങൾ പറയൂ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരു ഇൻറ്റിജർ ആയിരിക്കും, സംശയമില്ല, നേരത്തെ പറഞ്ഞ. അഥവാ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരു ഇൻറ്റിജർ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ കാണുന്ന 2 കൊണ്ട് എനിക്ക് ബി സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും, which implies 2 divides b square. എനിക്ക് 2 കൊണ്ട് ബി സ്ക്വയർ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, which implies 2 divides b. Question number 2. ഇപ്പൊ എന്ത് മനസ്സിലായി? എനിക്ക് 2 കൊണ്ട് എനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, എനിക്ക് 2 കൊണ്ട് ബിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിന്റെ മീനിങ് എന്താ? ഈ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് അതാരാ? എനിക്ക് ആരെ കൊണ്ട് നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റും? എനിക്ക് 6 എന്ന നമ്പർ എടുത്തു. 6 എനിക്ക് ഏതെല്ലാം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 1 കൊണ്ട് പറ്റും, 2 കൊണ്ട് പറ്റും, 3 കൊണ്ട് പറ്റും, 4 പറ്റില്ല. എന്താ കാരണം? 6/4 റിമൈൻഡർ 2 പറ്റില്ല. 5 പറ്റില്ല. എന്താ? 6/5 റിമൈൻഡർ 1 6 കൊണ്ട് പറ്റും. അഥവാ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുക കറക്റ്റ് ഡിവിഷൻ പോസിബിൾ ആണ്. അഥവാ റിമൈൻഡർ 0 ആവുന്ന നമ്പേഴ്സ് അതെല്ലാം തന്നെ ആരായിരിക്കും? അതിന്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. ഫാക്ടർ കൊണ്ട് മാത്രമേ എനിക്കൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫാക്ടർ കൊണ്ട് മാത്രമായിരിക്കും എനിക്ക് നമ്പർ ഡിവിസിബിൾ ആവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് പറയാൻ വേണ്ടി സാധിച്ചു? ഈ കാണുന്ന 2 എന്ന് പറയുന്നത് ആരുടെ ഫാക്ടറാ? ബിയുടെ ഫാക്ടറാ. 2 എന്ന് പറയുന്നത് ആരുടെ ഫാക്ടറാ? 2 എന്ന് പറയുന്നത് മക്കളെ ഈ കാണുന്ന എയുടെ ഫാക്ടറാ. അപ്പൊ 2 എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ഫാക്ടറാണ്. ഓക്കെ, ഫ്രം 1 and 2 1 and 2 divides both a and b. അപ്പൊ എനെയും ബിനെയും എന്താണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിച്ചു. അഥവാ 2 എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ഫാക്ടർ ആണ്. അപ്പോൾ എയും ബിയും കോപ്രൈമാണ്. കോപ്രൈമാണ്. നമുക്കറിയാം എയും ബിയും കോപ്രൈം ആകണമെങ്കിൽ കോമൺ ഫാക്ടർ 1 മാത്രം. ഇപ്പോൾ കോമൺ ഫാക്ടർ 1 മാത്രമാണോ? അല്ല, കോമൺ ഫാക്ടർ 2 കൂടി കഴിഞ്ഞു. അഥവാ ഇപ്പോൾ എന്ന് പറയാൻ പറ്റി എയും ബിയും കോപ്രൈം അല്ല എന്ന് പറയാൻ പറ്റി. Therefore A and B are not coprime. ഇതാണ് ഞാൻ പറഞ്ഞ കോപ്രൈം ആണ് മക്കളെ. ഇവിടുത്തെ ഗെയിം ചേഞ്ച് മൊമിങ്. ഗെയിം ചേഞ്ചർ ആരാണ്? കോപ്രൈം ആണ്. എയും ബിയും കോപ്രൈം അല്ല എന്ന് കിട്ടി. നമ്മൾ എന്താ അസ്യൂം ചെയ്തേ? എയും ബിയും കോപ്രൈം ആണ്. കണ്ടോ? എയും ബിയും കോപ്രൈം ആണെന്ന് അസ്യൂം ചെയ്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എയും ബി എന്താണ്? കോപ്രൈം അല്ല. ദിസ് ഇസ് ദി കോൺട്രഡിക്ഷൻ to the fact that root 2 is rational. This is contradiction. Back. Yes. To our assumption 2
our assumption that നമ്മുടെ assumption contradiction ആണ് ട്ടോ. That root 2 is rational. നമ്മൾ റൂട്ട് 2 റാഷണൽ അസ്യൂം ചെയ്തു, അതിനുള്ളൊരു കോൺട്രഡിക്ഷൻ ആണ് ഇപ്പോൾ തന്നെ ഉണ്ടായത്. അതായത് ബേസിക്കലി നമ്മുടെ അസംഷൻ തെറ്റാണെന്ന് മീൻ ചെയ്യുന്നു കേട്ടോ. Therefore our assumption is wrong. Wrong. Hence root 2 is irrational. നമ്മൾ അസ്യൂം ചെയ്ത് റൂട്ട് 2 റാഷണൽ ആണ്, പക്ഷെ നമ്മുടെ അസംഷൻ തെറ്റാണെന്ന് മനസ്സിലായി. എന്തുകൊണ്ടാ? എയും ബിയും കോപ്രൈം ആണെന്ന് എടുത്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എയും ബിയും കോപ്രൈം അല്ലാന്ന് മനസ്സിലായി. അതാണ് മക്കളെ നമ്മുടെ അസംഷൻ തെറ്റിച്ചത്. ഹെൻസ് റൂട്ട് 2 is rational. മക്കളെ നമ്മളിങ്ങനെ എല്ലാം ഗംഭീരമായിട്ട് പഠിക്കും. റൂട്ട് 3യും റൂട്ട് 5 എല്ലാം തന്നെ നമ്മൾ ബാച്ചിനകത്ത് അറ്റുകൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾക്ക് ഇനി അടുത്ത പാടെല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ലീനിയർ ഇക്വേഷനും ക്വാഡ്രാറ്റിക്കും എല്ലാം നമ്മൾ ഗംഭീരമാക്കി മാറ്റും. Xylem ലേണിംഗ് ആപ്പിനകത്ത് നിങ്ങൾക്ക് ഏതൊരു ക്ലാസ്സും ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാകും. ഭാവിയിൽ റിവൈസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ് ആ കാണുന്ന റെക്കോർഡ് കോണ്ടന്റ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. Xylem ബാച്ചിനകത്ത് ഇൻസ്റ്റാലോണും മൈൻഡ് മാപ്പും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ നേരെ ഈ പറയുന്ന ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. ഒപ്പം തന്നെ മക്കളെ നിങ്ങൾക്ക് Xylem ഗൈഡും കൂടി വാങ്ങാൻ വേണ്ടി സാധിക്കും. Xylem ഗൈഡിനകത്ത് നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള PYQs-ഉം NCERT ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ ഉണ്ടാവുന്നതായിരിക്കും. ദി മോസ്റ്റ് സ്ട്രക്ചർഡ് ഗൈഡ്. ഒരു ചെറിയ കോൺസെപ്റ്റ്, അതിനെ ബേസ് ചെയ്ത ചോദ്യം, നെക്സ്റ്റ് കോൺസെപ്റ്റ്, അതിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ, അങ്ങനെ ഏറ്റവും ഗംഭീരമായിട്ടാണ് Xylem ഗൈഡ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കുന്നത്. സോ ആ കാണുന്ന ഗൈഡ് കൂടി എല്ലാവരും വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അതിനുണ്ട് മക്കൾ നിങ്ങൾ എല്ലാവരും തന്നെ 9995400800 എന്ന നമ്പർ കോൺടാക്ട് ചെയ്യൂ. ഗൈഡും ബാച്ചും എല്ലാം തന്നെ സ്വന്തമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പോയിരുന്നു. ബൈ. താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് from Xylem Learning. Thank you all.